നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപെടലുകൾ പലതരത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ കേട്ട വാർത്തകളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഈ പുതിയ തരം ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളുൾപ്പെടെ കൊലപ്പെടുത്തിയിട്ടുള്ള അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളുടെ വാർത്തകളാണ്. പുതിയ തരം ഡ്രഗ്സ്, അത് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുതിയ വകഭേദങ്ങൾ പല തലത്തിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇരകളാവുന്നത് വിദ്യാർത്ഥികളാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും ഇതിൻ്റെ വിൽപ്പന സംഘങ്ങളെ തടയുന്നതിനു വേണ്ടിയും ശക്തമായിട്ടുള്ള ജനകീയമായ ഇടപെടൽ നമ്മുടെ നാട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും DYFIയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അതിവിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. DYFI നേരത്തെ ജനകീയ കവചം എന്ന പേരിൽ ഒരു ക്യാമ്പയിന് നേതൃത്വം കൊടുത്തിരുന്നു. ആ ക്യാമ്പയിൻ്റെ തുടർച്ചയിൽ ഈ ഫെബ്രുവരി 7 മുതൽ 9 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ 200 കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കുക മാത്രമല്ല, തുടർന്ന് യൂണിറ്റ് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ഈ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങൾ കൂടി ആവിഷ്കരിക്കണം എന്നാണ് ആലോചിക്കുന്നത്. പിന്നെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ പല വിധത്തിലും ആലോചിക്കണം. അതിലിപ്പോൾ ഒന്ന് പ്രധാനമായും യുവാക്കളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കായിക മേഖലയിൽ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കേരളത്തിലുടനീളം വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ കായിക മത്സരങ്ങൾ നടക്കുന്നിടങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു അവബോധം യുവാക്കളുടെ നേതൃത്വത്തിൽ ശക്തിപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പല വിധത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് DYFI സംസ്ഥാന വ്യാപകമായി നേതൃത്വം കൊടുക്കുന്നു. ഈ പരിപാടിയോട് എല്ലാവിധ സഹകരണവും ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഇത് ഒരു വലിയ കച്ചവടം, പ്രധാനമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നോക്കിയാൽ ഓരോ ദിവസവും കിലോ കണക്കിന് കോടികളുടെ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിടികൂടുകയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, ഇപ്പോൾ കേസുകളുടെ എണ്ണൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നാട്ടുകാർ എന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുക? ഇത്തരം ആളുകളെ നേരിട്ട് ഇടപെടാൻ വേണ്ടി കഴിയില്ലെങ്കിലും അവരെ എക്സൈസിന് കണ്ടെത്തി കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ പ്രാദേശികമായി രൂപീകരിക്കുന്ന ജാഗ്രതാ സമിതി ഇത്തരം വിൽപ്പന എങ്ങനെ അവരവരുടെ നാട്ടിൽ തടയാൻ വേണ്ടി കഴിയും എന്നുകൂടി ആലോചിക്കുകയാണ്. അതുകൊണ്ട് അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഈ കാര്യങ്ങൾ മാറുകയാണ്. ഈ കഴിഞ്ഞ ന്യൂ ഇയർ ആയ ദിവസമാണ് ഹാപ്പി ന്യൂ ഇയർ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒരാളെ കുത്തി കൊല്ലുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്വന്തം ഉമ്മയെ വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ നാട് ഈ നിലയിൽ പോയിക്കൂടാ.